ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹയർ ചോളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അതിപ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അവരുടെ എല്ലാ പ്രതീക്ഷകളുമാണ് ഒത്തുകളിയിലൂടെ അവസാനിച്ചത്. എന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് ലീഡർമാർ തന്നെയാണ്. ലീഡർമാർ ഒത്തുകളിച്ച് ഗവൺമെൻറ്റിൻ്റെ വക്കീലിനെ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് വക്കീൽ റിപ്പോർട്ടുമായി വന്നു കഴിഞ്ഞാൽ അന്ന് കാര്യങ്ങൾ തീരുമെന്നുള്ള ഉറപ്പിന്മേൽ മനസ്സിലാക്കിയ ഇവരുടെ വക്കീൽ അദ്ദേഹത്തെ ഇന്ന് വരാതിരിക്കാൻ വേണ്ടി ചിലത് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് കേട്ടത്. അപ്പോൾ ഇവരുടെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് വക്കീൽ അവധിയെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവർക്ക് സുവർണാവസരം വീട് കിട്ടുന്നു. കാര്യങ്ങൾ വിളിച്ച പാടെ തന്നെ നീട്ടിവെക്കണം എന്ന് ആസ് യൂഷ്വൽ ജഡ്ജ് തന്നെ പറഞ്ഞത് ആസ് യൂഷ്വൽ നീട്ടിവെക്കുകയാണല്ലേ എന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ചതി നടന്നിട്ടുണ്ട്, ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് സംഭവിച്ചതെന്ന് വൈകിയാണെങ്കിലും നിങ്ങളുടെ തന്നെ ലീഡർമാർ പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഫലം ഇന്നലെ വൈകിട്ടോടുകൂടി ഇവരുടെ വലിയൊരു ലീഡർക്ക്, ഒരുപാട് ഹയർ ചോളികളുടെ ഗുരുവായിരുന്ന പ്രൊഫസർ എന്ന് വിളിപ്പേരുള്ള ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കാണും. അദ്ദേഹത്തിൻ്റെ ഒരു പറ്റം ആൾക്കാർ അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് പോയി കാണുകയും അവിടെ അവർ ഇല്ല എന്നറിഞ്ഞപ്പോൾ അവർ അവിടെ ചില കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ വീടിന് ഇപ്പോൾ ജനലുകളില്ല, അതുപോലെ തന്നെ കാറിന് ചില്ലുകളില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതുപോലെ ഒരുപാട് കാലം പറ്റിച്ച് നടന്ന ഏതൊരു ലീഡറും അനുഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് അവർ നിങ്ങൾ പറഞ്ഞത് പ്രകാരം പൈസ ഇടുകയും നിങ്ങളുടെ വിജയമന്ത്രയും മറ്റുള്ള പരിപാടികളും കേട്ടിരിക്കുകയും എല്ലാ പ്രതിസന്ധി വന്നിട്ട് ഇ ഡി വന്ന് അറസ്റ്റ് ചെയ്ത് ഇ ഡി വന്ന് റെയ്ഡ് നടത്തിയപ്പോഴും കേരള ഗവൺമെൻറ് ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളങ്ങൾ അതേപടി വിശ്വസിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവർ. പക്ഷേ ഇന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു, നമ്മളെ ഇവർ വീണ്ടും 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 വിഡ്ഢികളാക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കേസ് കൊടുത്ത് നീട്ടിക്കൊണ്ടുപോയി അവസാനം അത് പിൻവലിച്ച് ഓടുന്ന കാര്യം മാത്രമേ ഇവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നും ഒരു രേഖ പോലും ഇല്ലാതെ വാദിക്കാൻ ഒന്നുമില്ലാതെയാണ് ഈ കമ്പനി നിൽക്കുന്നത് എന്നും എത്ര കാലം കൊണ്ടു നടക്കാൻ പറ്റുമോ അത്ര കാലം കൊണ്ടു നടക്കാം എന്നുള്ള കാര്യങ്ങൾ വച്ചാണ് പ്രതാപൻ ഈ കമ്പനിയുടെ ഓരോ കാര്യങ്ങളും നീക്കി കൊണ്ടുപോയിരുന്നു എന്നുള്ള സത്യം ഈ പാവപ്പെട്ട ഇതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മറ്റ് വിവരങ്ങളില്ലാത്ത ആൾക്കാർ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഇവരൊക്കെ ചതിക്കുകയായിരുന്നു എന്ന്. അതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെയുള്ള ലീഡർമാർക്ക് ഇപ്പോൾ വീട്ടിൽ അന്തി ഉറങ്ങാൻ സാധിക്കാത്തത്. ഇവരൊക്കെ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല എന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ണൂരെ ഏറ്റവും വലിയ ലീഡർക്ക് ഉണ്ടായിരിക്കുന്ന ഗതി തന്നെയാണ് ഇതുപോലെ ലക്ഷങ്ങളും കോടികളും പറ്റിച്ചുണ്ടാക്കിയ ഓരോരാൾക്കും വരാനുള്ളത് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർ കേസിന് പോകുന്നുണ്ട്. അപ്പോൾ കേസിന് പോയവർക്കൊക്കെ ലീഡർമാർ പൈസ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് നമുക്കും വേണ്ടത്. നഷ്ടപ്പെട്ടവരുടെ പണം തിരികെ കിട്ടട്ടെ, എങ്ങനെയാണെങ്കിലും അത് തിരികെ കിട്ടട്ടെ എന്ന് തന്നെയാണ്. അപ്പോൾ അത് കേസിന് പോയിട്ടെങ്കിലും അവർ പോലീസ് വിളിക്കുമ്പോൾ അതിനെ സന്ധി സംഭാഷണം നടത്തുകയും അവർക്ക് നഷ്ടപ്പെട്ട പണം സെറ്റിൽമെൻറ്റ് എന്ന രീതിയിൽ കൊടുക്കാനും തയ്യാറാകുന്നുണ്ട്. അങ്ങനെ തയ്യാറാവാത്തവർക്ക് ഇ ഡി ഇൻവിറ്റേഷൻ കാർഡ് അയക്കുന്നുമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നാണ് ഞാൻ അറിഞ്ഞത്
വേറെ കുറേ പോലീസ് സ്റ്റേഷനിൽ കേസുള്ള കാര്യം, അതിൻ്റെയൊക്കെ FIRകൾ ആയി വരുന്നുണ്ട്, ചിലതൊക്കെ ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞത്. അതൊന്നും നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ചില ആൾക്കാരെ ഇന്നയാൾ പോയിട്ടുണ്ട്, അന്ന് അവിടെ ഒരു കേസുണ്ട് എന്നറിഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. അപ്പോൾ പേ ഔട്ടും കാത്ത് ഇരിക്കുന്നവർ വിഡ്ഢികളാകും എന്ന് മാത്രമേ പറയാനുള്ളൂ. ബൈ.